ചെറിയ പെരുന്നാളായാൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് ഇഗ്തിസാൽ. അന്നേ ദിവസം നമ്മൾ നന്നായി ഒന്ന് കുളിക്കണം. സാധാരണ ദിവസത്തിലുള്ള കുളിയേക്കാൾ ഒരു നല്ല കുളി. രണ്ടാമത്തത് നല്ല വസ്ത്രം ധരിക്കലും ശരീരമൊക്കെ വൃത്തിയാക്കലും. മുടി വെട്ടുക, അതേപോലെ തന്നെ മറ്റു ഗുഹ്യഭാഗങ്ങളിലൊക്കെയുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യുക, നഖം വെട്ടുക. ഈ രൂപത്തിൽ ശരീരം ശുദ്ധിയാക്കുകയും ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ പെരുന്നാളിന് വേണ്ടി ഭംഗിയാവുക എന്ന പേരിൽ പുരുഷന്മാരായ പല ആളുകളും താടി വടിക്കുന്നത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താടി വടിക്കുക എന്നുള്ളത് ഹറാമാണ്. അത് പെരുന്നാളിനാകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ അത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ പോലെയുള്ള അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ സന്തോഷിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു സന്തോഷ ദിവസം തന്നെ ഒരു ഹറാമ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാർക്ക് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അവർക്ക് പുറത്തിറങ്ങാമെങ്കിലും സ്ത്രീകൾക്കും പുതിയ വസ്ത്രം ധരിക്കുന്നതിനോ മറ്റോ വിരോധമില്ല. എന്നാൽ അവർ സുഗന്ധം ഉപയോഗിക്കുകയോ ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള വസ്ത്രധാരണം സ്വീകരിച്ചുകൊണ്ട് അവർ പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലിയഖുറുജുന വഹുന്ന തഫിലാത്തുൻ. അവർ തഫിലാത്തുകളായിട്ട് പോകണം, അഥവാ സുഗന്ധം പൂശാത്തവരായി, അതേപോലെ തന്നെ ഔറത്ത് വെളിവാക്കാത്തവരായി കൊണ്ടൊക്കെ അവർ പോവേണ്ടതാകുന്നു. മൂന്നാമത്തത്, ഈദ് ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ്, പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് വല്ലതും കഴിക്കൽ, പ്രത്യേകിച്ചും ഈത്തപ്പഴമാണെങ്കിൽ അത് കൂടുതൽ സുന്നത്താണ്. നാലാമത്തത്, ഈദ്ഗാഹിലേക്ക് മുസല്ലയിലേക്ക് നടന്നു പോവലാണ് സുന്നത്ത്. അഞ്ചാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ വഴിയിൽ നിന്നും വ്യത്യസ്തമായ വഴിയിലൂടെയായിരുന്നു തിരിച്ചു വന്നിരുന്നത്. ആറാമത്തത്, മുസല്ലയിലേക്ക് പോവുക എന്നുള്ളത്, അഥവാ ഈദ്ഗാഹിലേക്ക്, പള്ളിയിലേക്കല്ല. പള്ളികളിലല്ല പെരുന്നാൾ നമസ്കാരം നിർവഹിക്കേണ്ടത്, ഈദ്ഗാഹുകളിലാണ്. അതാണ് കൂടുതൽ ഖൈറായിട്ടുള്ളത്. എന്നാൽ പള്ളികളിൽ വെച്ച് പ്രത്യേക സാഹചര്യങ്ങളിൽ ഈദ് നമസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സമില്ലതാണ്. ഏഴാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് തക്ബീറുകൾ മുഴക്കുക എന്നുള്ളതാണ്. എട്ടാമത്തേത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ പ്രത്യേകമായ മറ്റു സുന്നത്തുകളില്ല. നമ്മൾ ളുഹറിന് മുമ്പും അതേപോലെ തന്നെ മഗ്രിബിന് മുമ്പും ശേഷവും ഇശാഇന് മുമ്പും ശേഷവും ഒക്കെ നിർവഹിക്കുന്നത് പോലെ ഈദ് നമസ്കാരത്തിന് മുമ്പോ ശേഷമോ സുന്നത്ത് നമസ്കാരമില്ല. ഒമ്പതാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത്, സത്യവിശ്വാസികൾ അന്ന് പരസ്പരം കണ്ടാൽ അവർ സലാം പറയുകയും കൈകൊടുക്കുകയും ഒക്കെ ചെയ്യാം, സന്തോഷം പ്രകടിപ്പിക്കാം. കൂട്ടത്തിൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻക എന്നുള്ള ദുആ, അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. ചില ആളുകൾ സാലിഹൽ അഅമാൽ എന്ന് പറയാറുണ്ട്. അത് ഹദീസുകളിലൊന്നും അസറുകളിലൊന്നും സ്ഥിരപ്പെട്ടതല്ല. മറിച്ച് സാലിഹുൽ അഅമാലാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നമ്മുടെ അമലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ എന്നുള്ള നിലക്ക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻക എന്ന് സ്വഹാബത്ത് പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് പല റിവായത്തുകളിലും സ്വഹീഹായ നിലക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പത്താമത്തത്, അന്നേ ദിവസം നമുക്ക് ഹറാമല്ലാത്ത നിലക്കൊക്കെ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്നതാണ്. അന്ന് കുടുംബത്തിൽ പോവുക, കുടുംബബന്ധം ചേർക്കുക, ഇഷ്ടപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ കൂടെ കൂടുക, അവരെ സന്ദർശിക്കുക. അതേപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച ആഹ്ലാദങ്ങളെല്ലാം അന്നാകാം.